ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് എന്ന് പറയുന്നത് പളനിയിലെ യാത്രയാണ് കേട്ടോ. ഒരുപാട് വൈകി ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറയുക, 22-ാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും ഒരുപാട് താമസിച്ചിട്ടാണ്. കാരണം എഡിറ്റ് ചെയ്യാനും ഉള്ള മടി കൊണ്ടാണ് ഞാൻ പിന്നെ പാർട്ടായിട്ടാണ് ഓരോ വീഡിയോസ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് എടുത്തതൊന്നും അല്ല. വെറുതെ ആ കാറ്റാടികളും കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിഞ്ഞായിരിക്കും വീഡിയോസൊക്കെ കാണുന്നത്. എന്നാലും നിങ്ങൾക്ക് ഒരു പളനി ചെന്ന ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ ചെന്നു. വെളുപ്പിന് 6 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. 22-ാം തീയതി രാത്രിയിലാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉണ്ണിക്കുട്ടന് ആദ്യമായിട്ടാണ് മുടി മൊട്ടയടിക്കുന്നത്. ഞങ്ങൾ ജനിച്ചപ്പോൾ കൊണ്ടുപോകാമെന്നാണ് ഞങ്ങൾ നേർച്ച പറഞ്ഞത്. പക്ഷേ നമുക്ക് പിന്നെ കൊറോണയായി, പിന്നെ എന്തൊക്കെയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇപ്പോൾ 4-ാമത്തെ വയസ്സിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി അവിടെ എടുത്തു. അപ്പോൾ ചേട്ടനും മുടി മൊട്ടയടിച്ചിട്ട് പ്രായശ്ചിത്തമായിട്ട് ചേട്ടനും അടിച്ചു. അങ്ങനെ 2 പേരും, അച്ഛനും മോനും അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം കയറിയത് കുഞ്ഞിനെ മല ചവിട്ടി തന്നെയാണ് കയറ്റിയതും ഇറക്കിയതും. പിന്നെ രണ്ടാമത് ഞങ്ങൾ 2 ദിവസം സ്റ്റേ ആയിരുന്നു അവിടെ. അത് നല്ല യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നിങ്ങളവിടെ സ്റ്റേ ചെയ്ത് റിലാക്സ് ആയിട്ട് വേണം പോകാൻ. അല്ലെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നമ്മൾ കണ്ട് തൊഴുത് പിന്നെ അടുത്തതിന് കയറി ഇറങ്ങി അത് ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്ക് നല്ല നമ്മൾ സ്റ്റേ ചെയ്ത് നല്ല അടിച്ച് പൊളിച്ച് അവിടെ നിന്ന് തൊഴിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ട്രെയിനിലും കയറി. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യം പേടിയാവും, എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഭഗവാനെ കണ്ട് തൊഴുതു. അങ്ങനെ 4 പ്രാവശ്യം കണ്ടു. പിന്നെ നമ്മൾ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത്. റൂമിൻ്റെ വാതിൽ ഇറങ്ങി നിന്നാൽ തന്നെ നമുക്ക് മല കാണാനായിട്ട് പറ്റും. ആ കാണുന്ന ആ ഒരു റെഡ് കണ്ടോ, അത് വേലാണ്. അപ്പോൾ നല്ലതായിട്ട് കാണാൻ പറ്റും. പിന്നെ രാത്രി ഞങ്ങൾ ഇറങ്ങിയിരുന്നു. കാരണം റേഞ്ച് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി തന്നെ വിളിക്കണം. അങ്ങനെ ഞങ്ങൾ രാത്രി കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന്. ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലായിരുന്നു. പണ്ട് ഞങ്ങൾ പളനിയിലല്ല, പണ്ട് ഞങ്ങൾ ഡാൻസിൻ്റെ ഇതായിട്ട് തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് ഫുഡൊന്നും കൊള്ളത്തില്ലായിരുന്നു. ഫുഡ് കൊള്ളത്തില്ലായിരുന്നു, വൃത്തിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് ശരിക്കും കഴിക്കാൻ തന്നെ അറപ്പ് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല. എൻ്റെ ആ ഒരു ചിന്തയെ മാറിപ്പോയി കേട്ടോ. നല്ല ഫുഡ്, നല്ല അടിപൊളി മസാല ദോശയൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ 23-ാം തീയതി തിരിച്ച് ഞങ്ങൾ പളനിക്ക് ബൈ പറഞ്ഞ് വീട്ടിലെത്തി.